കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കനികയും ഗോവിന്ദനും നന്ദുവും അനന്തപുരിയിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് നയനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോള് സങ്കടപ്പെടണ്ട കേട്ടോ, മോളുടെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോള് ഇനി ഇവിടെ നിൽക്കേണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോരെ. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുത്തശ്ശന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, മോൾ ഇവിടെ അനുഭവിക്കുന്ന വേദന എന്താന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മോൾക്കിനി എന്തേലും ഒരു സമാധാനമൊക്കെ ഇവിടെ തോന്നുവാണെങ്കിൽ എപ്പം വെള്ളം വീട്ടിലേക്ക് പോരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലമ്മേ, ധൈര്യമായിട്ട് പൊക്കോ, എനിക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകത്തില്ല. മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടല്ലോ, അവരെന്നെ പൊന്നുപോലെ നോക്കിക്കോളും. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും വേണ്ടെന്ന് പറയണം. അങ്ങനെ അവർ പോകാൻ ഇറങ്ങിക്കുമ്പോഴത്തേന് നന്ദു വന്ന് നയനെ കെട്ടിപ്പിടിക്കണം. എന്നാലും ചേച്ചിക്ക് എന്നോടെങ്കിലും ഈ കാര്യങ്ങൾ തുറന്നു പറയായിരുന്നു, എന്നാൽ എനിക്ക് ചേച്ചിനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, തെറ്റ് ചെയ്തത് നവ്യേച്ചി, എന്നിട്ടോ അതിന് ശിക്ഷ അനുഭവിക്കുന്ന നയനേച്ചിയല്ലേ. എന്തിനാ ചേച്ചി ഇത്തരം വേദനകൾ ഉള്ളി ഒതുക്കി പിടിച്ച് നടന്നുകൊണ്ടിരുന്നത്? ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, ശരിയാ, എൻ്റെ മോൾ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാം ആരോടും പറയാൻ കഴിയാതെ. സാരമില്ല മോളെ, പോട്ടെ. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പോയേക്കരുത്. അറിയാലോ, എന്ത് കാര്യത്തിലും ഇടപെടാൻ പോയിട്ടുണ്ടെങ്കിൽ അവസാനം മോൾക്ക് തന്നെ അത് പാരയായിട്ട് വരുള്ളൂ. അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി മാത്രം നിൽക്കാന്ന് പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കനികയും ഗോവിന്ദനും പോകുവാണ്. പിന്നീട് കാണിക്കുന്ന ജയന്റെ അടുത്തേക്ക് ദേവേനി ചെല്ലുവാണ്. അപ്പൊ ആദർശിന്റെ അച്ഛനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനി എന്നിട്ട് ചോദിച്ചു, പാവം, എത്ര നാളായി ആദർശ് ഇങ്ങനെ തീർന്ന് കഴിയുന്നല്ലേ. അവനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. അവൻ ഇത്രമാത്രം വേദന ഉള്ളിലേക്ക് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതോടൊപ്പം ഞാൻ ജയേട്ടനും ഒരു വാക്കെങ്കിലും എന്നോട് തുറന്നു പറയാൻ മേലായിരുന്നു ജയേട്ടാന്ന് ചോദിക്കുകയാണ്. ജയൻ പറഞ്ഞു, അതെ, ഞാൻ എന്ത് പറയാനാ, നീ ഒന്ന് ഓർത്തു നോക്കണം. ഇത്രയും മാത്രം വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയ ഞാനും ആദർശമൊക്കെ ഈ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആരോടൊന്ന് തുറന്നു പറയാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ആ വേദനകൾ, അതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രശ്നം കൂടെ. എല്ലാം കൂടെ ആയപ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരു അവസ്ഥയായി തോന്നി. അപ്പം അച്ഛൻ്റെ അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലെന്ന് പറയാം. എന്നാലും ഇത്രയും വലിയൊരു കള്ളത്തരം ഇത്രയും കാലം മറച്ചു വെക്കാനായിട്ട് അവൾക്ക് എങ്ങനെ തോന്നിയെന്ന് പറയാണ്. അതിൻ്റെ അകത്ത് നയനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നവ്യ അവളല്ലേ എല്ലാത്തിനും കാരണം. അവൾ ഈ ചതി മറച്ചു വെച്ചതല്ലേ. അവൾ ഇത്രയും വലിയൊരു കള്ളത്തരം ചെയ്തിട്ട് അവൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ട് മാത്രമല്ലേ നയനെ അതിന് കൂട്ടുന്നത്. അല്ലെങ്കിൽ നയന ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല. അവളുടെ അത്ര സ്വഭാവം നല്ലതാണ്, എനിക്കറിയാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനെ ചോദിച്ചു, അല്ല നിങ്ങളെല്ലാവരും എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, അത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് പോലും അച്ഛൻ അവരെ പുറത്താക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അതെന്താ? സാധാരണഗതിയിൽ ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും അച്ഛൻ ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുന്ന അച്ഛനാ. ഇപ്പോഴാണ് ഒരു കുഴപ്പമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, ദേവേനി, നിനക്കറിയാലോ അച്ഛൻ എത്രമാത്രം പ്രിയപ്പെട്ട നയനെന്നുള്ള. നയനയുടെ സ്വഭാവം അതുപോലെ തന്നെ തിരിച്ചും നയനയ്ക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള നയനയും വീട് വിട്ടു പോകാനായിട്ട് ഒരു കാരണവശാലും അച്ഛൻ ആഗ്രഹിക്കില്ല. അതും അച്ഛൻ്റെ ഈ അവസ്ഥയിൽ അച്ഛന് ഉള്ളിടത്തോളം കാലം എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ ജീവിക്കണം എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. ആരും ഈ വീട് വിട്ടുപോകലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ നീ അതിനകത്ത് വേറെ വ്യാഖ്യാനങ്ങളൊന്നും എടുക്കണ്ടെന്ന് പറയാം. ഇനി അച്ഛനുള്ളിടത്തോളം കാലം അച്ഛന് സന്തോഷവും സമാധാനവും കൊടുക്കേണ്ട നമ്മൾ മക്കളും കൊച്ചുമക്കളും ചേർന്നിട്ടാണ്. അച്ഛൻ്റെ മനസ്സ് ഒരിക്കലും വേദനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദർശാണെങ്കിൽ പോലും പലപ്പോഴും നയനയുമായിട്ട് വഴക്കുണ്ടാക്കാനുള്ള കാരണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരുന്നേ. നയനെ അവൻ അറിയാലോ അവന്റെ സ്വഭാവം വെച്ചിട്ട്. പക്ഷേങ്കിൽ അവൻ നയനയോട് വഴക്കൊന്നും അടിച്ചിരുന്നില്ല. അത് അച്ഛന് വേണ്ടിയിട്ടായിരുന്നു. അച്ഛന്റെ ആരോഗ്യസ്ഥിതി മോശമാവും എന്നൊരു ഭയന്നിട്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാണ്. ശരി, പാവം എൻ്റെ മോന്, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് നേരെ ആദർശിന്റെ അരിയിലേക്ക് ദേവേനി ചെല്ലുവാണ്. ഈ സമയത്ത് സെറ്റിയിൽ ഇങ്ങനെ തലയ്ക്ക് കയ്യൊക്കെ കൊടുത്ത് ആദർശ് ഇരിക്കുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയെ കണ്ടപടിയെ ആദർശ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ മറച്ചു വെച്ചിരുന്നേ, എന്നോട് ക്ഷമിക്കില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ദേവേനി എന്നിട്ട് ആദർശിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നോട് ക്ഷമിക്കുമോനെ, ഞാനല്ലേ നിന്നോട് ക്ഷമ ചോദിക്കണ്ടേ? ഇത്രയും വേദന ഒളിപ്പിച്ച് നീ ഇത്രയും കാലം കൊണ്ടുനടന്നില്ലേ? നിന്നോട് പലവട്ടം ഞാൻ ചോദിച്ചു, എന്നിട്ട് പോലും നീ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷേങ്കിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെല്ലാവരും തകരുമെന്ന് കരുതിയല്ലേ നീ അത് ഒളിപ്പിച്ചു വെച്ചേ? നിന്റെ മനസ്സുണ്ടല്ലോ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് പലപ്പോഴും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി നയനയുടെ പേരും പറഞ്ഞിട്ട്. പക്ഷെ അന്നൊക്കെ വേണമെങ്കിൽ നിനക്ക് സത്യാവസ്ഥകളൊക്കെ തുറന്നു പറയായിരുന്നു. അന്ന് പറഞ്ഞില്ലോ അമ്മയ്ക്കറിയാവോ, ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എല്ലാവരും ഒരു സഹതാപ കണ്ണുകളോടെ ആയിരിക്കും മുത്തശ്ശനെ നോക്കുന്നത്. അത് മുത്തശ്ശൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നോടൊരു സഹതാപമായിരിക്കും.
മുത്തശ്ശന്റെ സ്വഭാവം അറിയാലോ. മുത്തശ്ശൻ അതൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല. പിന്നെ നയനയുടെ കാര്യത്തിൽ എന്താ മുത്തശ്ശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് മാത്രം എനിക്കറിയില്ല. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് പോലും ഒരുപക്ഷെ അവൾക്ക് എല്ലാവരും കയ്യിലെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഇവിടെ ഇപ്പൊ തെറ്റ് ചെയ്ത നവ്യയാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എൻ്റെ ഭാര്യയായ നയനയമ്മേ. കാരണം എൻ്റെ സ്വഭാവം അവൾക്ക് നന്നായിട്ടറിയാം. കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് സഹിക്കില്ലെന്നറിയാം. എന്നിട്ട് അവൾ എന്നോട് ഈ ചതി ചെയ്ത് അവൾക്ക് ഒരു വാക്ക് എന്നോട് തുറന്നു പറയായിരുന്നു. പക്ഷെ അവൾ എന്നോട് പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരുത്തിയെ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും താമസിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, മോനെ നിനക്കറിയാലോ മുത്തശ്ശന്റെ അവസ്ഥ എന്താന്ന്. മുത്തശ്ശൻ എന്തേലും ആയിപ്പോന്ന് കരുതി അവളെ തിരിച്ചു വിളിച്ചത് തന്നെ, അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷെ നീ പറയുന്ന പോലെ ഇനി അവളെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ല. കാരണം അത് അച്ഛന്റെ അവസ്ഥ വളരെ മോശമാകാനായിട്ടോ കാരണമാവുള്ളൂ. അതുകൊണ്ട് അവളിവിടെ നിൽക്കട്ടെ, ഉള്ളിടത്തോളം കാലം ഇവിടെ നിൽക്കട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷെ ഒരു കാരണവശാലും ഇനി എൻ്റെ മനസ്സിൽ അവൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. എന്നെ വഞ്ചിച്ചവളവള്. ഇത് ദേവയാനി പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തൽക്കാലം നമുക്ക് ഇങ്ങനെ അനുസരിച്ച് മുന്നോട്ട് പോകാനല്ലേ പറ്റുള്ളൂ. ഇപ്പം വലുത് മുത്തശ്ശന്റെ ജീവനാ. നിനക്കറിയാലോ ഈ വീടിന്റെ താളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശനാ. ആ മുത്തശ്ശനില്ലാത്തൊരു ഈ അനന്തപുരി തറവാടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പോറൽ പോലും ഏക്കാതെ നോക്കേണ്ട കടമ നമുക്കാണ്. അങ്ങനെ മുത്തശ്ശന്റെ മനസ്സ് ഒരിക്കലും വേദനിക്കരുത്. പക്ഷേ ആദർശനം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് ഓരോന്നും ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്കറിയാലോ, അമ്മ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ നയനയോട് അത്ര സ്നേഹം കാണിച്ചു കഴിയുമ്പോഴത്തേനും എന്തിനാ ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത്? നിനക്ക് അവളെ അത്ര ഇഷ്ടമാണോ? അമ്മ പലപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നേനാ, അമ്മേ ഇതിന് പിന്നെ വലിയൊരു കാരണമുണ്ട്, അത് അമ്മയ്ക്ക് അറിയില്ലാന്ന്. സത്യാവസ്ഥ അറിഞ്ഞു കഴിയുമ്പോൾ അമ്മ എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ ദിവസം അമ്മ ഇന്ന്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എത്രമാത്രം വേദനിച്ച് ഇവിടെ കഴിഞ്ഞിരുന്നേന്ന്. അവളോട് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ അവളെ സ്നേഹം കാണിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നു. മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, മുത്തശ്ശനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറയാണ്. ദേവയാനിക്ക് ആദർശ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒരുപക്ഷെ നയനെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഇവന് ആഗ്രഹം കാണും. പക്ഷെ അച്ഛന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം സഹായിക്കുവാന്ന് ദേവയാനിക്ക് മനസ്സിലായി. പിന്നീട് കാണിക്കുന്നത് നവ്യ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് നയനെ അങ്ങോട്ട് വരുന്നത്. നയനയ്ക്ക് ആ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ നല്ല ദേഷ്യം വന്നു. അപ്പം നയനെ കണ്ടപ്പോൾ തന്നെ നവ്യ പറഞ്ഞു, ഓ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങിയില്ലേ, എന്ത് പെട്ടെന്നാ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായത്. ഓ എപ്പോഴാണെങ്കിൽ മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറക്കി വെച്ച പോലെ അവസ്ഥയായിപ്പോയി. കുറെ നാളായി ഇത് ഓർത്ത് നീറി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കേട്ടിച്ചുമ്പോൾ നയന പറഞ്ഞു, അല്ല എന്ത് പ്രശ്നം അവസാനിച്ചെന്നാ ചേച്ചി പറയണേ? അല്ല ഞാൻ പറഞ്ഞ ഈ ഗർഭത്തിന്റെ കാര്യമേ സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞില്ലേ, ഇനിയിപ്പോ നമുക്കെന്താ കുഴപ്പമിരിക്കുന്നേ? നമുക്കൊരു പ്രശ്നമില്ല. ഓ വീട്ടിൽ നിന്ന് വീട് വിട്ട് പോകേണ്ട വരും എന്നൊക്കെ വന്നായിരുന്നു, അതിന്റെ ആവശ്യമൊന്നും വന്നില്ലല്ലോ. ഇനിയിപ്പം നമുക്ക് സുഖത്തോടും സന്തോഷത്തോടും കൂടി ഇവിടെ അങ്ങ് ജീവിക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ നയന ചോദിച്ചു, ചേച്ചിക്ക് യാതൊരു ഉളുപ്പും തോന്നില്ലേ? ഇത്രയും വലിയ വൃത്തികേടുകളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് കൂളായിട്ട് ഇന്ന് പറയുന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞില്ലേന്ന്. ചേച്ചിക്കല്ലേലും എന്താ അല്ലേ, ചേച്ചിക്ക് അത് പ്രശ്നമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാനൊരു കള്ളത്തരം കാണിച്ചതിന്റെ പേരില് ചേച്ചിയെക്കാളും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന ആള് ഞാനാ. എനിക്ക് ആദർശന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും നാണക്കേടാ. എന്റെ തല താഴ്ന്നു പോകും അവരുടെ മുന്നിലെത്തുമ്പോ. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന് കൂട്ടു നിന്നതിന്റെ പേരില്. പക്ഷെ ചേച്ചിക്ക് പണ്ടും ചേച്ചിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചേച്ചിക്ക് ഒന്നും പ്രശ്നമല്ലായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. നവ്യ ചേച്ചി നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? അല്ലെങ്കിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ചേച്ചിക്ക് ഇച്ചിരി നാണ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി വീട് വിട്ട് ഇറങ്ങുകയോ ചെയ്യേണ്ടിരുന്നേ, അല്ലാതെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുമല്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, ഞാൻ എന്തിനാ വീട് വിട്ടിറങ്ങുന്നേ? ഞാൻ ഇപ്പോഴും അബിയുടെ ഭാര്യയാ, നിയമപ്രകാരം അബിയുടെ ഭാര്യയാ. ഞാൻ ഈ അനന്തപുരി തറവാടി തന്നെ നിൽക്കുള്ളൂ എന്ന് പറയാം. അല്ലേലും ചേച്ചി അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി ചേച്ചി സ്വന്തം വീട്ടിൽ പോയിട്ടുണ്ടോ? അച്ഛനും അമ്മയ്ക്കും സുഖമാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ചേച്ചിക്ക് സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി സ്വന്തം അച്ഛനെ അമ്മേനെ പോലും മറന്നു. പക്ഷെ എനിക്കതിന് പറ്റില്ല. അല്ലെങ്കിലും ചേച്ചി അച്ഛനും അമ്മയെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഇങ്ങനെ ചെയ്യുവോ? അവരുടെ തല എത്രമാത്രം താന്നുപോയി ഇന്ന് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ. അവർ നാണം കെട്ട് തല കുണിച്ചല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവരുടെ കണ്ണീരുണ്ടല്ലോ, അത് ചേച്ചിക്കൊരു ശാപമായിട്ട് വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നവ്യ പറഞ്ഞു, നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കണ്ട. പിന്നെ ഇനിയിപ്പോൾ ആ കിളവന് ഈ അസുഖം ഉണ്ടായതിന്റെ പേരിൽ ഇപ്പം നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കാണാമെന്ന് പറയണം. നോയനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. മുത്തശ്ശനെ കിളവനെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലെങ്കിലും ഇനിയിപ്പോൾ അങ്ങേർക്ക് ആയുസ് അധികം ഇല്ലാന്ന് തോന്നേ. സ്വത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും പേരിൽ എഴുതി വെച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അങ്ങേരെങ്ങാനും ചത്തുപോയാലും അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നയന ചേച്ചി എന്താ പറയണേന്ന് ചോദിക്കുകയാണ്.
ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, അയാൾ ചത്തുപോകണേ നല്ല കാര്യമല്ലേ. അയാളുടെ കുറെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും, അങ്ങോ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് ചത്തുപോകാൻ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയുവല്ല. നവ്യയുടെ കർണത്ത് നയനയുടെ കർണം പതിഞ്ഞു, കൈ പതിഞ്ഞു ഒരുമിച്ചായിരുന്നു. എന്താ ചേച്ചി പറഞ്ഞേ? നാണമില്ല പറയാണ്ട്, ഇനി ഒരക്ഷരം മിണ്ടിട്ടുണ്ടല്ലോ കൊന്നുകളയും ഞാൻ എൻ്റെ മുത്തശ്ശനെ പറ്റിയിട്ട്. അറിയാവോ ചേച്ചിക്ക് എന്നെ? ഇപ്പൊ തന്നെ ചേച്ചി ജീവിച്ചിരിക്കുന്നത് തന്നെ ആ മുത്തശ്ശനും കാരുണ്യം കൊണ്ടാ. അത് ഓർമ്മ വേണം. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേച്ചി എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനം തരണ്ടോളാ, പക്ഷെ ഇപ്പൊ ആ സ്ഥാനം എനിക്ക് തരാൻ കഴിയുന്നില്ല. അത്രമാത്രം വൃത്തിയായിട്ട ഭാഷകളാ ചേച്ചിയുടെ വായിരുന്നു വന്നേ, ഒരിക്കലും വരാൻ പാടില്ലാത്ത വാർത്തകള്. പക്ഷെ ഇനി ഇത് ആവർത്തിച്ചാണ്ടല്ലോ ഈ നായനയുടെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യയോട് അങ്ങനെ പറഞ്ഞിട്ട് നയന അകത്തേക്ക് അങ്ങോട്ട് കയറി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആദർശിന്റെ അരിയിലിരുന്നിട്ട് ജലജ പറയുന്നു, മോനെ ഇനി നമുക്ക് എത്രയും പെട്ടെന്ന്, ജലജയല്ല സോറി ദേവേനി പറയണ, ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ്റെ നല്ല ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ആദർശ് പറഞ്ഞു, നല്ല ഹോസ്പിറ്റലൊക്കെ കാണിച്ചമ്മേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർ പറയണേ. എന്നാലും മോനെ നമുക്കിനി അവസാന ശ്രമം എന്നോണം, ഒരു കാരണവശാലും അച്ഛനൊരു ആപത്തും വരത്തില്ല. അച്ഛന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അന്തപരിയില്ല, കാര്യം അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാമേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ മോനെ, അതിന് വേണ്ടിയിട്ട് പറയാണ്. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, എനിക്കിനി അവൾ ഈ വീട്ടിലുള്ളിടത്തോളം കാലം എനിക്ക് സമനില തെറ്റിയ പോലെ ആയിരിക്കും എൻ്റെ പ്രവൃത്തിയൊക്കെ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ മോനെ നീ എടുത്ത് ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്, മുത്തശ്ശനെ കുറിച്ചും കൂടി നീ ചിന്തിക്കണമെന്ന് പറയാണ്. അമ്മ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്കിനി അവളെ പഴയ പോലെ ഒന്ന് സ്നേഹിക്കാനോ അവളെ വിശ്വസിക്കാനോ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആദർശ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ആദർശ് മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും തന്നെ നയന അങ്ങോട്ട് വരുവാണ്. നയനെ കണ്ടോ ആദർശ് രൂക്ഷമായിട്ട് നോക്കിട്ട്, ഇപ്പൊ നിനക്ക് സമാധാനമല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നിനക്ക് പോകാൻ മേലായിരുന്നു നിന്റെ വീട്ടിലേക്ക് ചോദിക്കുവാണ്. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, ഞാൻ പോകാൻ ഒരുങ്ങിയത് ആദർശേട്ടൻ കണ്ടതല്ലേ, പക്ഷെ മുത്തശ്ശന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, അതാ. ഓ ഇനിയിപ്പം മുത്തശ്ശന്റെ പേര് പറഞ്ഞ് നിനക്ക് ഇവിടെ ഇരിക്കാലോ അല്ലേ. ആദർശേട്ടൻ എന്നോട് ക്ഷമിക്കണം. ക്ഷമ തരാനോ നിനക്ക്? നല്ല കഥയായിപ്പോയി. ഇനി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചോദിക്കുന്നൊരു കാര്യമാണല്ലോ ക്ഷമാപണം. അതെനിക്ക് നിനക്ക് എന്താണെന്ന് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിലും നിനക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന് പറയണ. യോഗ്യത മാത്രമല്ല അർഹതയില്ല. അത്രയും വലിയൊരു ചതി എന്നോട് ചെയ്തിട്ട് നാണമില്ലാതെ വീണ്ടും വന്ന് നിൽക്കുന്ന കണ്ടില്ലേ ആദർശേട്ടാ. ആദർശേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. അന്നാ ഡിന്നർ തന്ന സമയത്ത് ഞാൻ ആദർശേട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ടാ ആദർശേട്ടനെ വിളിച്ചോണ്ട് പോയത്. പക്ഷേങ്കിൽ ആ സമയത്ത് നവ്യേച്ചി അങ്ങോട്ട് വന്നോണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. നവ്യേച്ചി എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആദർശേട്ടൻ ഓർമ്മയില്ലെന്ന് ഓർക്കുകയാണ്. ആദർശ് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഡിന്നർ സമയത്ത് നയനെ കൂട്ടിക്കൊണ്ട് പോയതും കാര്യങ്ങളൊക്കെ പറയാൻ വന്നൊക്കെ എല്ലാം പറഞ്ഞിട്ട് നയന പറഞ്ഞു, അത് മാത്രമല്ല എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ മറച്ചു വെച്ചാൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ചേച്ചിയുടെ ഭീഷണിക്ക് മുന്നിൽ എനിക്ക് വഴങ്ങാതിരിക്കാൻ നിവർത്തിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം ആദർശേട്ടാന്ന് പറയണം. ഇത് കേട്ട് ഇനിയിപ്പം ദേഷ്യപ്പെട്ട ആദർശ് നയനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.